വെൽക്കം ടു ലയൺ ടൂൾ സ്മാർട്ട് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആംഗിൾ ഗ്രൈൻഡർ അറ്റാച്ച്മെൻറ്റ്, അതായത് ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള അറ്റാച്ച്മെൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇത്. ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ബാഗ്, അതിനുള്ള പൈപ്പ്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയില്, ഒരു ഹാൻഡിൽ, പിന്നെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ കീ. ഇത് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഞാൻ ഇതിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് റാലി വുൾഫിൻ്റെ ഒരു ആംഗിൾ ഗ്രൈൻഡറും ഗോൾഡൻ ബുള്ളറ്റിൻ്റെ 4 ഇഞ്ചിൻ്റെ വുഡ് കട്ടിങ് വീലുമാണ്. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഈ സ്ക്രൂ ലൂസ് ചെയ്യണം. ശേഷം ആംഗിൾ ഗ്രൈൻഡർ സെറ്റ് ചെയ്യണം. നമുക്ക് ഏത് പൊസിഷനാണോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി, അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാം. ഞാൻ ഈ പൊസിഷനിലാണ് ഇപ്പോൾ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ബ്ലേഡ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് പറഞ്ഞുകൊണ്ട് ബ്ലേഡ് ഇടാതെ സെറ്റ് ചെയ്യണം. ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീലിടാനായിട്ട് ഞാൻ അതിൻ്റെ വാഷർ ഇടുന്നു. ഞാൻ ഈ വീലിടാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കവറൊന്നും ഒഴിക്കുന്നുണ്ട്. നമുക്ക് അതേപോലെ വീലിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടണം. ആംഗിൾ ഗ്രൈൻഡറിന് ഈ അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, നമുക്ക് ബെൽറ്റ് സാൻഡറിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഈ ചെയിൻസോ അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഇനിയും മറ്റുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ മാസ്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഹോം യൂസ് അങ്ങനെയുള്ളതിനെ പറ്റുള്ളൂ. ഹെവി യൂസിന് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഹെവി യൂസിനാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് റണ്ണിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർബിൾ കട്ടർ അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട്. ഇത് സ്വന്തം യൂസ്, ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയുള്ളതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. ആംഗിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഒരു 45 ഡിഗ്രിയൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെരിയുന്ന കണ്ടില്ലേ, അത് ഇവിടെ അതിനനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിന് വേണ്ടി കാണിച്ചതെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഒരു വുഡിൻ്റെ കട്ട് എടുത്തേക്കുന്നത്, അതിൽ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സ്കെയില്. നമുക്കൊരു സർഫേസ് വന്നിട്ട് ഇപ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കെയില്. ഇത് ഹാൻഡിലാണ്, നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിക്കായിട്ട് ഉള്ളതാണ്. നമുക്കിത് ആംഗിൾ ഗ്രൈൻഡറിനും യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ മെഷീനും ഉപയോഗിക്കുന്നു. കൂടാതെ മെഷീൻ്റെ ഹാൻഡിൽ ഇവിടെ ഉപയോഗിക്കുന്നു. 2 M10 ത്രെഡ് തന്നെ വരിക, ഒരേ ഇത് തന്നെയാണ്. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. 2 ഭാഗത്ത് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ കഴിയും. ഇനി ഡസ്റ്റ് കളക്ട് ചെയ്യുന്നതിനുള്ള ആയിട്ട് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇതതിൻ്റെ ബാഗ്. നമുക്കിനി മെഷീൻ കണക്ട് ചെയ്യാം. ഞാനിവിടെ പ്ലഗ് ചെയ്യുന്നു. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു വൈസിൽ വെച്ചിട്ട് ഒരു മരക്കട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മെഷീൻ വെച്ചിട്ട് ഇനി
ഓട്ടി കാണിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി കാണിച്ചതാണ്. ഇപ്പോൾ ഞാൻ അത്ര വർക്കിൽ എക്സ്പീരിയൻസ്ഡ് അല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഒരു സർഫേസിൻ്റെ ഒരു ഇതാണ് ഇത്. നമുക്ക് ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു 4 ഇഞ്ച് ബ്ലേഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് 1 ഇഞ്ച് എന്തായാലും കട്ട് ചെയ്യാൻ ഒക്കും. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്മാർട്ടോടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ കട എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ നഞ്ചപ്പ റോഡിലാണ്.